ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുത്തൻ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് പുട്ട് ഐസ്ക്രീം. അതുപോലെ തന്നെ ഈ ഒരു പുട്ട് ഐസ്ക്രീം ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും കടയിൽ പോയിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആരും കടയിലൊന്നും പോയിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നത് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഐറ്റമാണ് പുട്ടും കുറ്റിയും ഐസ്ക്രീമും. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു 1/4 മണിക്കൂർ മുന്നേ പുട്ടും കുറ്റിയും ഒന്ന് ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണേ. പിന്നെ നമുക്ക് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിന് വേണ്ടുള്ളൂ. ഇത്ര ഐറ്റംസ് മെയിനായിട്ട് ഈ ഒരു പുട്ട് ഐസ്ക്രീമിന് വേണ്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പുട്ടും കുറ്റി ഇതുപോലെ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ചില്ലില്ലേ, ആ ചില്ലും അതുപോലെ തന്നെ അടപ്പും എല്ലാം കൂടി ഒന്നിച്ചെന്നെ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ, അത് മറക്കരുത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 തരം ഐസ്ക്രീമാണ്. ഒന്ന് പിസ്ത, അതുപോലെ തന്നെ സ്ട്രോബെറി, പിന്നെ വാനില. ഞാൻ 3 ഫ്ലേവറിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീംസ് എടുക്കുക. അതുപോലെ തന്നെ വേറെ വേറെ കളേഴ്സൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഏത് ഫ്ലേവേഴ്സും എടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കറുത്ത ഉണക്കമുന്തിരിയില്ലേ, അതെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ നിന്ന് കഴിക്കുന്ന സമയത്ത്. അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാം ജസ്റ്റ് ഒന്ന് കുത്തി എടുത്തിട്ടാണ്, ഒരുപാട് അങ്ങ് പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല, ഒന്ന് 2-3 പീസായി കിട്ടാൻ വേണ്ടിയിട്ട് കുത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിസ്ത എടുത്തിട്ട് അതുപോലെ തന്നെ ഒന്ന് കുത്തി എടുത്തിട്ടുണ്ട്. ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലേ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കുക. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കോൺഫ്ലേക്സ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഐസ്ക്രീം പാർലറിലൊക്കെ പോയിട്ട് ഐസ്ക്രീം കുടിക്കുന്ന സമയത്ത് ഇത്തരം നട്ട്സൊക്കെ മെയിനായിട്ട് എല്ലാ ഐസ്ക്രീമിലും ഉണ്ടാവില്ല, എങ്കിൽ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കട്ടെ. ഇതിനൊന്നും കറക്റ്റ് ഒരു അളവൊന്നുമില്ല. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കുറച്ച് കോൺഫ്ലേക്സ് ആദ്യം തന്നെ എടുത്തിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ബദാം, ഈ ഒരു ഉണക്കമുന്തിരി, ട്യൂട്ടി ഫ്രൂട്ടി, പിസ്ത എല്ലാം കൂടി ഒന്നിച്ചിടുക കേട്ടോ. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇടുന്നുണ്ട്, കാരണം ഞാൻ ഐസ്ക്രീം കുറച്ച് അത്യാവശ്യം ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര താല്പര്യം ഉണ്ടോ അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക, കയ്യിലുള്ളതിനനുസരിച്ച് മാത്രം. അപ്പോൾ ഇതാ നമ്മുടെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിക്കിട്ടണം, അതിന് വേണ്ടിയാണ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ മസ്റ്റായിട്ട് ഇടുമല്ലോ, അതുപോലെ തന്നെ ഈ ഒരു ഐസ്ക്രീം പുട്ടിന് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി അടുത്തത് നമ്മുടെ പുട്ടും കുറ്റിയിൽ ചില്ല് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് 8ൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചില്ല് എന്തായാലും നിർബന്ധമായിട്ടും വെക്കുക. എന്നിട്ട് എത്രയാണോ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വേണ്ട അതിനനുസരിച്ച് നിങ്ങൾ 1-2 സ്പൂണും നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഐസ്ക്രീമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് വെക്കാൻ താല്പര്യം അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് സ്ട്രോബെറി ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇടാൻ നിൽക്കേണ്ട, ഒരു 2-3 സ്പൂണ് മാത്രം ഇട്ട് കൊടുക്കുക. കാരണം ഞാനിവിടെ 3 ഐസ്ക്രീം ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ പുട്ട് 3 പീസ് എടുക്കുന്നത് പോലെ തന്നെ 3 ലെയറായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വീണ്ടും അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഐസ്ക്രീം ഒന്നെല്ലാ ഭാഗവും നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അടുത്തത് ഞാൻ വീണ്ടും കുറച്ചുകൂടി നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ലെയറിൽ നമ്മൾ തേങ്ങക്ക് പകരം വെക്കുന്ന പോലെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വാനില ഐസ്ക്രീമാണ് ഞാൻ നടുക്കായിട്ട് വെച്ച് കൊടുക്കുന്നത്. അതും നിങ്ങൾക്ക് എത്രയാണോ വെക്കാൻ താല്പര്യം അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ചുകൂടി നട്ട്സ് വെച്ച് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമ്മുടെ പിസ്ത ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഞാനെടുത്ത അതേ ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീം എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഏതാണ് ഫ്ലേവേഴ്സ് ഇഷ്ടം കൂടുതൽ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ 2 ആയാലും കുഴപ്പമൊന്നുമില്ല, 3 ഫ്ലേവേഴ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പുട്ടും കുറ്റിയിൽ കൊള്ളുന്നതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക.
അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടപ്പുകൊണ്ട് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഇത് ഫ്രീസറിലേക്ക് പെട്ടെന്ന് തന്നെ വെക്കാം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് സമയം പുറമേ വെക്കരുത് കേട്ടോ. ഉടനെ തന്നെ ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ഫുള്ള് ആ ഒരു നമ്മൾ ലെവൽ ചെയ്ത പോലെ ഒന്നും അല്ലായിരിക്കും കേട്ടോ ഉണ്ടാവുക, എല്ലാം ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അടിയിൽ കൂടി. അപ്പോൾ ഞാൻ ഇത് ഫ്രീസറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു 3-4 മണിക്കൂർ എന്തായാലും ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 4-5 മണിക്കൂർ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ സെർവ് ചെയ്യലെന്ന് വിചാരിച്ചതിന് ഇതുപോലൊരു ഷേപ്പായിട്ടുള്ള ഏതെങ്കിലും ഒരു നീളത്തിൽ വരുന്ന ഒരു ട്രേ എടുക്കുക. ഇതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതിൽ നിങ്ങൾക്ക് എത്രയാണോ താല്പര്യമുള്ള അതിനനുസരിച്ച് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രീസറിന് പെട്ടെന്ന് തന്നെ പുട്ടും കുറ്റി എടുക്കുക, പെട്ടെന്ന് തന്നെ കുത്തി കൊടുക്കുക, പെട്ടെന്ന് തന്നെ കഴിക്കുക കേട്ടോ. കാരണം ഒരുപാട് സമയം എടുത്തു വെച്ചാലുള്ള കാര്യം അറിയാമല്ലോ, ഐസ്ക്രീമാണ്, അതുകൊണ്ട് ഓർമ്മ വേണം, പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് കാശ് കൊടുത്തിട്ട് നമ്മൾ കടയിൽ പോയിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്